അങ്ങനെ സീസൺ 7 പല പ്രമുഖ കണ്ടസ്റ്റന്റും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഒരു കാഴ്ച കാണാൻ പോവുകയാണ്. വോട്ടിംഗ് ഇത് 6 ആഴ്ചയിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 6 ആഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. 13 പേരിൽ പല പ്രമുഖ കണ്ടസ്റ്റന്റും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ മുന്നിലെന്നും ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ തകർച്ചയെന്നും പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അനുമോൾ വേഴ്സസ് അനീഷ് യുദ്ധം തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നെ. വൈൽഡ് കാർഡ് എൻട്രികളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിട്ട് മാറിയപ്പോൾ ആരൊക്കെ പുറത്താണെന്ന് പരിശോധിക്കുകയാണ്. 1-ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ നമ്മുടെ അനുമോൾ തന്നെ തുടരുകയാണ്. 1,40,000 വോട്ട് ഇടുന്നത് 1,41,318 എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ 2-ാം സ്ഥാനത്ത് അനീഷേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട്. അനീഷേട്ടൻ്റെ വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെ കുതിച്ചു വരികയാണ്. 1,22,754 വോട്ടുകളുമായിട്ടാണ് അനീഷേട്ടൻ മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇരുവരും മാത്രമാണ് വോട്ടുകൾ നല്ല രീതിയിൽ സ്വന്തമാക്കിയ കണ്ടസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം. 3-ാം സ്ഥാനത്ത് ആതിരയുടെ മുന്നേറ്റമുണ്ട്. ആതിരയ്ക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നോറയുടെ അടക്കം പല സപ്പോർട്ടും ആതിരയ്ക്ക് വന്നു എന്നത് ഹൈലൈറ്റ് ആണ്. 1,08,597 വോട്ടുമായിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് തുടരുന്ന ആതിരനെ കാണാൻ സാധിക്കുമ്പോൾ 4-ാം സ്ഥാനത്ത് അക്ബറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച വോട്ടുകൾ സ്വന്തമാക്കിയ മറ്റൊരു കണ്ടസ്റ്റന്റ് അത് അക്ബറാണ്. എന്തൊക്കെയാലും ഇവർ 4 പേരും തന്നെയാണ് ഈ ആഴ്ച രാജാക്കന്മാർ രാജ്ഞികളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. 1,04,760 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 5-ാം സ്ഥാനത്ത് ആര്യൻ ഈ ആഴ്ച സേഫായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 87,351 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയായിട്ട് ആര്യന് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചപ്പോൾ വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറിൽ ബിന്നിയുടെ ഒരു അട്ടിമറി മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. 6-ാം സ്ഥാനത്ത് ബിന്നി എത്തി നിൽക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചു. 78,847 വോട്ടുമായിട്ട് ബിന്നിനെ തകർക്കാൻ മറ്റ് കണ്ടസ്റ്റന്റിന് സാധിക്കാതെ വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അബീനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അബിക്ക് അവസാന മണിക്കൂറുകളിൽ നേരിയ വോട്ടിംഗ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 77,055 വോട്ടുകൾ സ്വന്തമാക്കി അബി മുന്നേറിയപ്പോൾ ആദ്യ മണിക്കൂറുകൾ അപേക്ഷിച്ച് നേരിയ വോട്ടിംഗ് തകർച്ച അവസാന മണിക്കൂറിൽ നേരിട്ട കണ്ടസ്റ്റന്റായിട്ട് റെന ഫാത്തിമ മാറിയിട്ടുണ്ടായിരുന്നു. 76,972 വോട്ടുകളുമായിട്ട് റെന ഫാത്തിമ എങ്കിലും സേഫായിട്ട് 8-ാം സ്ഥാനത്ത് തുടരുകയാണ്. 9-ാം സ്ഥാനത്ത് സേഫ് സോണോട്ട് മാറിയ ഒരു കണ്ടസ്റ്റന്റായിട്ട് നെവിൻ മാറിയിട്ടുണ്ടായിരുന്നു. നെവിനും ആ വോട്ടിംഗ് തകർച്ചയൊക്കെ ചില മണിക്കൂറിൽ നല്ല രീതിയിൽ നേരിട്ടെങ്കിലും അവസാന മണിക്കൂറിൽ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നെവിൻ നടത്തി. 70,438 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ 10-ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുകയാണ് ലക്ഷ്മി. ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇവിടെ പറയാനുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ട് ലക്ഷ്മി നിൽക്കുകയാണ്. 75,810 വോട്ടുകളോളം ലക്ഷ്മിക്ക് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. 11-ാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവീണാണ്. പ്രവീണും ഈ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസിലോട്ട് കയറി. എന്നാൽ ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്താകാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റായിട്ട് മാറുകയാണ്. 74,966 വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ പ്രവീണിന് സാധിച്ചിട്ടുള്ളൂ. നിലവിൽ 12-ാം സ്ഥാനത്ത് സാബുമാനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവസാന മണിക്കൂറുകളിൽ നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ച് ഡേഞ്ചർ സോണായിട്ടുള്ള 13-ാം സ്ഥാനത്തുനിന്ന് 12-ാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ടെങ്കിലും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. 65,210 വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 13-ാം സ്ഥാനത്ത് മസ്താനി തുടരുന്ന ഒരു കാഴ്ചയാണ് അവസാന മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. 64,744 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ഡേഞ്ചർ സോണായിട്ടുള്ള 13-ാം സ്ഥാനത്തേക്കാണ്. വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് വിട പറയുന്ന ഉറപ്പിക്കുന്നുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് നമുക്കിപ്പോൾ ഇതാ ലഭ്യമായിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂർ ഇതിന് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം വോട്ടിംഗ് അവസാനിക്ക് ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറിൽ ആരൊക്കെ ബിഗ് ബോസിൽ തുടരുന്നു, ആരൊക്കെ പരാജിതരായിട്ട് മാറും എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.